എല്ലാവർക്കും നമസ്കാരം. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. നവംബർ 23-ന് കുട്ടികൾക്കുള്ള ഗീതാപാരായണ, ഉപന്യാസം, ചിത്രരചന, പുരാണ പ്രശ്നോത്തരി തുടങ്ങിയ മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി പൈതൃകം ഗുരുവായൂരിന്റെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഏകാദശി സാംസ്കാരിക സമ്മേളനം രുക്മിണി റീജൻസിയിൽ വെച്ച് ഡിസംബർ 1-ന് നടത്തപ്പെടുകയാണ്. കാലത്ത് മുതൽ തുടങ്ങുന്ന ആ പരിപാടിയിൽ ആരാധ്യനായ നമുക്കേവർക്കും പ്രിയപ്പെട്ട സ്വാമി ചിദാനന്ദപുരിയാണ് അത് നേതൃത്വം നൽകുന്നത്. ആ ചടങ്ങിൽ വെച്ചിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ചെയർമാൻ മധു എസ് നായർക്ക് കർമ്മശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുന്നുണ്ട്. യോഗം ദീപപ്രോജ്വലനം ചെയ്യുന്നത് മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂരിപ്പാടാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അവർകളാണ്. കാലത്തും ഉച്ചയ്ക്കുമൊക്കെ ഏകാദശി ഭക്ഷണം അന്നദാനമായി നൽകുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുക. മാത്രമല്ല, അന്ന് വൈകുന്നേരം പൈതൃകം ഒരുക്കുന്ന ദീപക്കാഴ്ചയുണ്ട്. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ദീപക്കാഴ്ച. ഡിസംബർ 1-ാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി. വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിച്ചു വരുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ തടിച്ചുകൂടുന്ന ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തില് ഗുരുവായൂർ ദേവസ്വത്തിന്റെ സഹകരണത്തോടു കൂടി ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ദീപക്കാഴ്ച. വളരെ വിചിത്രമായ ദീപങ്ങൾ കൊണ്ട് ദീപാലങ്കാരം. അത് കൊല്ലം ചവറ ദീപക്കാഴ്ച സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തി വരുന്നത്. അവരാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അത് ഡിസംബർ 1-ാം തീയതി ഗുരുവായൂർ ഏകാദശി സന്ധ്യയ്ക്ക് 6:30 ശേഷമാണ് ആ ദീപക്കാഴ്ച നടക്കുന്നത്. അതിനെല്ലാവരെയും ഇത് കാണാനും ഇതിൽ പങ്കെടുക്കാനും എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ വി കെ വിജയൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റർ ബി അരുൺകുമാർ, മെമ്പർ സി മനോജ് എന്നിവരെല്ലാം പങ്കെടുക്കുന്നുണ്ട് ആ പരിപാടി.